കേരള സർക്കാർ ഇലക്ട്രിക് കാറുകൾക്കും എസ്യുവികൾക്കും നികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതോടെ ഈ വാഹനങ്ങളുടെ വില കൂടാനാണ് സാധ്യത. ധനമന്ത്രി അവതരിപ്പിച്ച പുതിയ ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി അവയുടെ വിലയുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 15 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 8% നികുതി, 20 ലക്ഷത്തിന് മുകളിലുള്ളവയ്ക്ക് 10% നികുതി, ബാറ്ററി വാടകയ്ക്കെടുക്കുന്ന സംവിധാനമുള്ള വാഹനങ്ങൾക്ക് 10% നികുതി എന്നിവയാണ് പുതിയ നികുതി നിരക്കുകൾ. ഇതുവരെ സ്വകാര്യ ആവശ്യത്തിനുള്ള ഇലക്ട്രിക് കാറുകൾക്ക് വാഹനത്തിന്റെ വിലയുടെ 5% മാത്രമായിരുന്നു നികുതി. പുതിയ നികുതി വർധനവ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിൽ നേരിയ വർധനവുണ്ടാക്കും. ഉദാഹരണത്തിന് 21 ലക്ഷം രൂപ വിലയുള്ള ഒരു ഇലക്ട്രിക് കാറിന് 2.1 ലക്ഷം രൂപയുടെ നികുതി നൽകേണ്ടിവരും. കൂടാതെ സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന 15 വർഷം പഴക്കമുള്ള മോട്ടോർ സൈക്കിളുകൾ, മുച്ചക്ര വാഹനങ്ങൾ, കാറുകൾ എന്നിവയുടെ നികുതിയിൽ 50% വർധനയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നികുതി വർധനവ് സംസ്ഥാനത്തെ ഇലക്ട്രിക് വാഹന വിപണിയെ ബാധിക്കുമെന്ന ആശങ്ക വ്യാപകമാണ്. ഇതിനൊപ്പം കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡീസൽ ബസുകൾ വാങ്ങുന്നതിനായി 107 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ 2030ഓടെ ഡീസൽ ബസുകൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള പദ്ധതിയുമായി വിരുദ്ധമാണ്. നികുതി വർധനവിനെ തുടർന്ന് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിൽ വർധനവ് സംഭവിക്കുമെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2020-ൽ 1368 യൂണിറ്റ്, 2021-ൽ 39,623 യൂണിറ്റ്, 2023-ൽ 75,802 യൂണിറ്റ്, 2024-ൽ 2,40,960 യൂണിറ്റ്. ഇങ്ങനെയാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. നികുതി വർധനവ് സംസ്ഥാനത്തിന്റെ വരുമാനം കൂട്ടാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും വ്യാപകമാണ്.